അനുബന്ധ വീഡിയോകൾ ലഭിക്കുന്നതിനായി കേരള PSC എക്സാം പോർട്ടൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുവാൻ സബ്സ്ക്രൈബ് ബട്ടന്റെ സമീപത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നമസ്കാരം. കേരള PSC എക്സാം പോർട്ടലിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. സ്പോർട്സുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ആനുകാലിക സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2018. 2018 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ വെച്ചാണ് വിമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2018 നടന്നത്. 2018 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 48 കിലോഗ്രാം വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ താരം MC മേരി കോം. ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 6 ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മണിപ്പൂരുകാരിയായ മേരി കോം. ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിലെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്നീ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് ഓരോ വർഷവും നടക്കുന്നത്. 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് വിജയി റോജർ ഫെഡറർ. സ്വിറ്റ്സർലൻഡുകാരനായ റോജർ ഫെഡറർ ആയിരുന്നു 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസിൽ വിജയിച്ചത്. 2017 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസിൽ വിജയിച്ചതും റോജർ ഫെഡറർ ആണ്. 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ വിമൻസ് സിംഗിൾസിൽ വിജയിച്ചത് കരോലിൻ വൊസ്നിയാക്കി. ഡെൻമാർക്കുകാരിയായ കരോലിൻ വൊസ്നിയാക്കിയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ വിമൻസ് സിംഗിൾസ് കിരീടം 2018 കരസ്ഥമാക്കിയത്. 2017 ഓസ്ട്രേലിയൻ ഓപ്പൺ വിമൻസ് സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് സെറീന വില്യംസ് ആണ്. അമേരിക്കക്കാരിയായ സെറീന വില്യംസ് ആയിരുന്നു 2017 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം വിജയി. എന്നാൽ 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ വിമൻസ് സിംഗിൾസ് കിരീടം നേടിയത് ഡെൻമാർക്കുകാരിയായ കരോലിൻ വൊസ്നിയാക്കിയാണ്. 2018 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസ് വിജയി റാഫേൽ നദാൽ. സ്പാനിഷ് താരമായ റാഫേൽ നദാലാണ് 2018 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം വിജയി. 2017 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസ് കിരീടവും റാഫേൽ നദാലിനായിരുന്നു. 2018 ഫ്രഞ്ച് ഓപ്പൺ വിമൻസ് സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത് സിമോണ ഹാലപ്പ്. റൊമേനിയക്കാരിയായ സിമോണ ഹാലപ്പാണ് 2018 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി. 2017 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിജയി യെലേന ഒസ്റ്റാപെങ്കോ ആയിരുന്നു. ലാത്വിയൻ ടെന്നീസ് താരമായ യെലേന ഒസ്റ്റാപെങ്കോ ആയിരുന്നു 2017 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം വിന്നർ. 2018 വിംബിൾഡൺ മെൻസ് സിംഗിൾസ് വിജയി നൊവാക് ജോക്കോവിച്ച്. സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ച് ആണ് 2018 വിംബിൾഡൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ. 2017 വിംബിൾഡൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ റോജർ ഫെഡറർ ആയിരുന്നു. 2018 വിംബിൾഡൺ വിമൻസ് സിംഗിൾസ് വിജയി ആഞ്ചലിക് കെർബർ. ജർമ്മൻ ടെന്നീസ് താരമായ ആഞ്ചലിക് കെർബർ ആയിരുന്നു 2018 വിംബിൾഡൺ വിമൻസ് സിംഗിൾസ് ചാമ്പ്യൻ. 2017 വിംബിൾഡൺ വനിതാ വിഭാഗം ചാമ്പ്യനായത് ഗർബിൻ മുഗുരുസ. സ്പാനിഷ് താരമായ ഗർബിൻ മുഗുരുസയായിരുന്നു 2017 വിംബിൾഡൺ വനിതാ വിഭാഗം വിജയി. 2018 US ഓപ്പൺ മെൻസ് സിംഗിൾസ് ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച്. സെർബിയൻ താരമായ നൊവാക് ജോക്കോവിച്ച് ആണ് 2018 US ഓപ്പൺ പുരുഷ വിഭാഗം ചാമ്പ്യൻ.
2017 US ഓപ്പൺ മെൻസ് സിംഗിൾസ് കിരീടം ലഭിച്ചത് സ്പാനിഷ് താരമായ റാഫേൽ നദാലിനാണ്. 2018 US ഓപ്പൺ വനിതാ വിഭാഗം വിജയി നവോമി ഒസാക്ക. ജാപ്പനീസ് താരമായ നവോമി ഒസാക്കയാണ് 2018 US ഓപ്പൺ വനിതാ വിഭാഗം ചാമ്പ്യൻ. 2017 US ഓപ്പൺ വനിതാ വിഭാഗം വിജയി സ്ലോയേൻ സ്റ്റീഫൻസ്. US താരമായ സ്ലോയേൻ സ്റ്റീഫൻസ് ആയിരുന്നു 2017 US ഓപ്പൺ വിമൻസ് സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയത്. ശ്രദ്ധിക്കുക, വിജയികളുടെ പേരുകൾ പഠിക്കുന്നതിനോടൊപ്പം അവരുടെ രാജ്യവും കൂടി ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ എന്നീ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ്സിലെ വിജയികൾ ആരൊക്കെയാണ് എന്നാണ് നോക്കിയത്. ഒന്നുകൂടി പേരുകൾ ഓർക്കാൻ ശ്രമിക്കാം. 2018 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് വിജയി സ്വിറ്റ്സർലൻഡുകാരനായ റോജർ ഫെഡറർ. വിമൻസ് സിംഗിൾസ് വിജയി ഡെൻമാർക്കുകാരിയായ കരോലിൻ വൊസ്നിയാക്കി. 2018 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസ് വിജയി സ്പാനിഷ് താരമായ റാഫേൽ നദാൽ. വനിതാ വിഭാഗം വിജയി റൊമേനിയക്കാരിയായ സിമോണ ഹാലപ്പ്. 2018 വിംബിൾഡൺ മെൻസ് സിംഗിൾസ് വിജയി സെർബിയക്കാരനായ നൊവാക് ജോക്കോവിച്ച്. വിമൻസ് സിംഗിൾസ് വിജയി ജർമ്മൻ താരമായ ആഞ്ചലിക് കെർബർ. 2018 US ഓപ്പൺ മെൻസ് സിംഗിൾസ് വിജയി നൊവാക് ജോക്കോവിച്ച്. വിമൻസ് സിംഗിൾസ് വിജയി ജപ്പാൻകാരിയായ നവോമി ഒസാക്ക. 18th ഏഷ്യൻ ഗെയിംസ് 2018. 2018 നടന്ന 18ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത് ഇന്തോനേഷ്യയായിരുന്നു. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത, പലേംബാങ് എന്നിവയാണ് 18ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയായത്. 2018 നടന്നത് 18ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. വേദിയായ രാജ്യം ഇന്തോനേഷ്യ. 18ാമത് ഏഷ്യൻ ഗെയിംസിന്റെ വെന്യൂസ് ജക്കാർത്ത ആൻഡ് പലേംബാങ്. 18ാമത് ഏഷ്യൻ ഗെയിംസിന്റെ തീം എനർജി ഓഫ് ഏഷ്യ എന്നതായിരുന്നു. തീം ഓഫ് 18th ഏഷ്യൻ ഗെയിംസ് 2018 എനർജി ഓഫ് ഏഷ്യ. ഇന്തോനേഷ്യയിൽ വെച്ച് നടന്ന 18ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ജാവലിൻ ത്രോ താരമായ നീരജ് ചോപ്രയാണ്. ഇന്ത്യസ് ഫ്ലാഗ് ബെയറർ അറ്റ് ദി ഓപ്പണിംഗ് സെറിമണി ഓഫ് 18th ഏഷ്യൻ ഗെയിംസ് നീരജ് ചോപ്ര. നീരജ് ചോപ്ര ജാവലിൻ ത്രോ താരമാണ്. ഇന്ത്യസ് ഫ്ലാഗ് ബെയറർ അറ്റ് ദി ക്ലോസിംഗ് സെറിമണി ഓഫ് 18th ഏഷ്യൻ ഗെയിംസ് റാണി രാംപാൽ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനായ റാണി രാംപാൽ ആയിരുന്നു 18ാമത് ഏഷ്യൻ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. റാണി രാംപാൽ വിമൻസ് ഹോക്കി ടീം ക്യാപ്റ്റൻ ആണ്. 18ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ ഗോൾഡ് മെഡൽ നേടിയത് റെസ്ലിംഗ് താരമായ ബജ്റംഗ് പൂനിയയാണ്. ഇന്ത്യസ് ഫസ്റ്റ് ഗോൾഡ് മെഡൽ വിന്നർ അറ്റ് ദി 18th ഏഷ്യൻ ഗെയിംസ് ബജ്റംഗ് പൂനിയ. 18ാമത് ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 1500 മീറ്ററിൽ ഗോൾഡ് മെഡൽ നേടിയ മലയാളിയാണ് ജിൻസൺ ജോൺസൺ. ജിൻസൺ ജോൺസൺ മലയാളി അത്ലറ്റാണ്. 18ാമത് ഏഷ്യൻ ഗെയിംസിന്റെ 1500 മീറ്റർ പുരുഷ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ജിൻസൺ ജോൺസൺ. 18ാമത് ഏഷ്യൻ ഗെയിംസിന്റെ 1500 മീറ്റർ വനിതാ വിഭാഗത്തിൽ ബ്രോൺസ് മെഡൽ നേടിയ മലയാളി താരമാണ് PU ചിത്ര. വനിതകളുടെ 1500 മീറ്ററിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം PU ചിത്ര. 400 മീറ്റർ പുരുഷ വിഭാഗത്തിൽ സിൽവർ മെഡൽ നേടിയ മലയാളി താരം മുഹമ്മദ് അനസ്. ഏഷ്യൻ ഗെയിംസിൽ മികവ് തെളിയിച്ച മലയാളി താരങ്ങളാണ് ജിൻസൺ ജോൺസൺ, PU ചിത്ര, മുഹമ്മദ് അനസ് എന്നിവർ.
ജിൻസൺ ജോൺസൺ പുരുഷന്മാരുടെ 1500 മീറ്ററിൽ ഗോൾഡ് മെഡൽ നേടി. PU ചിത്ര വനിതകളുടെ 1500 മീറ്ററിൽ ബ്രോൺസ് മെഡലും മുഹമ്മദ് അനസ് പുരുഷന്മാരുടെ 400 മീറ്ററിൽ സിൽവർ മെഡലും കരസ്ഥമാക്കി. 2018 18ാമത് ഏഷ്യൻ ഗെയിംസിൽ ആകെ 69 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8ാമതായിരുന്നു. മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത് ചൈനയാണ്. ഇന്ത്യ 8ാം സ്ഥാനത്തായിരുന്നു. ഇന്ത്യക്ക് ആകെ 69 മെഡലുകളാണ് ലഭിച്ചത്. 2022 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ചൈനയിലെ ഹാങ്ഷു ആണ്. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്നത് ജപ്പാനാണ്. ശ്രദ്ധിക്കുക, 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിലും പലേംബാങ്ങിലുമായിട്ടാണ്. 2022 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ചൈനയിലെ ഹാങ്ഷുവിലും 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിലുമാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2018. 2018 നടന്ന 21ാമത് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് ആണ്. 2018 നടന്നത് 21ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. 21ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ്. 2018 21ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ മോട്ടോ ഷെയർ ദ ഡ്രീം എന്നതായിരുന്നു. മോട്ടോ ഓഫ് 21st കോമൺവെൽത്ത് ഗെയിംസ് 2018 ഷെയർ ദ ഡ്രീം. India's flag bearer at the opening ceremony of 21st Commonwealth Games 2018. 2018 21ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് ബാഡ്മിന്റൺ താരം PV സിന്ധു ആയിരുന്നു. ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് PV സിന്ധു. PV സിന്ധു ആയിരുന്നു 21ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത്. India's flag bearer at the closing ceremony of 21st Commonwealth Games. 21ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത് ബോക്സിംഗ് താരം മേരി കോം ആണ്. ഇന്ത്യയുടെ ബോക്സിംഗ് താരമാണ് മണിപ്പൂരുകാരിയായ മേരി കോം. മേരി കോം ആണ് 21ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാകയേന്തിയത്. 21ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് 56 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഗുരുരാജയാണ്. 21ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ വിന്നർ ഗുരുരാജ. 56 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സിൽവർ മെഡലായിരുന്നു ഗുരുരാജയ്ക്ക് ലഭിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ ഗോൾഡ് മെഡൽ നേടിയത് 48 കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സൈഖോം മീരാബായ് ചാനു ആണ്. 21ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ ഗോൾഡ് മെഡൽ വിന്നർ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമായ സൈഖോം മീരാബായ് ചാനു. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ഗോൾഡ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം അനീഷ് ഭൻവാല. ഷൂട്ടിംഗ് താരമായ അനീഷ് ഭൻവാല കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ബോക്സിംഗ് താരമാണ് MC മേരി കോം. കോമൺവെൽത്ത് ഗെയിംസിൽ ടേബിൾ ടെന്നീസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനിക ബത്ര. ശ്രദ്ധിക്കുക, കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം നീരജ് ചോപ്രയാണ്. ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് MC മേരി കോം. ടേബിൾ ടെന്നീസിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനിക ബത്ര. കോമൺവെൽത്ത് ഗെയിംസിന്റെ 400 മീറ്റർ ഫൈനലിലെത്തിയ ആദ്യ മലയാളി അത്ലറ്റാണ് മുഹമ്മദ് അനസ്. മുഹമ്മദ് അനസിനെ കുറിച്ച് ഏഷ്യൻ ഗെയിംസിലും സൂചിപ്പിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്ററിൽ സിൽവർ മെഡൽ നേടിയ താരമാണ് മുഹമ്മദ് അനസ്.
കോമൺവെൽത്ത് ഗെയിംസിൽ മുഹമ്മദ് അനസ് 400 മീറ്ററിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. മാത്രമല്ല കോമൺവെൽത്ത് ഗെയിംസിന്റെ 400 മീറ്റർ ഫൈനലിൽ എത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരം കൂടിയാണ് മുഹമ്മദ് അനസ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 400 മീറ്റർ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ താരം മിൽഖ സിംഗ് ആണ്. രണ്ടാമത്തെ ഇന്ത്യൻ താരമാണ് മലയാളിയായ മുഹമ്മദ് അനസ്. 2018 നടന്ന 21ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ആകെ 66 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. മെഡൽ പട്ടികയിൽ 3ാം സ്ഥാനമാണ് ഇന്ത്യക്കുണ്ടായിരുന്നത്. മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയിലായിരുന്നു 21ാമത് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഓസ്ട്രേലിയ തന്നെയാണ് മെഡൽ പട്ടികയിലും ഒന്നാമതെത്തിയത്. ഇന്ത്യ 3ാം സ്ഥാനത്തായിരുന്നു. ആകെ 66 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. 2022 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് ബർമിംഗ്ഹാം ആണ്. UK ബർമിംഗ്ഹാമിൽ വെച്ചാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക. ഫിഫ വേൾഡ് കപ്പ് 2018. 2018 ഫിഫ വേൾഡ് കപ്പിന് വേദിയായത് റഷ്യ. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ജേതാക്കളായത് ഫ്രാൻസ്. 2018 ഫിഫ വേൾഡ് കപ്പ് വിന്നേഴ്സ് ഫ്രാൻസ്. റണ്ണറപ്പ് ക്രൊയേഷ്യ. 2018 ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ അവാർഡ് നേടിയത് ക്രൊയേഷ്യൻ ക്യാപ്റ്റനായ ലൂക്ക മോഡ്രിക് ആണ്. 2018 ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ ലഭിച്ചത് ക്രൊയേഷ്യൻ ക്യാപ്റ്റനായ ലൂക്ക മോഡ്രിക്. ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയത് ഹാരി കെയ്ൻ ആണ്. ഇംഗ്ലണ്ട് ടീമംഗമായ ഹാരി കെയ്ൻ ആയിരുന്നു ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയത്. ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയത് തിബോട്ട് കോർട്ടോയ്സ്. ബെൽജിയൻ ഗോൾ കീപ്പറായ തിബോട്ട് കോർട്ടോയ്സ് ആണ് ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയത്. ഫിഫ യങ് പ്ലെയർ അവാർഡ് നേടിയത് ഫ്രഞ്ച് താരമായ കിലിയൻ എംബാപ്പെ ആണ്. ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രഞ്ച് താരമായ കിലിയൻ എംബാപ്പെ. 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഫെയർ പ്ലേ അവാർഡ് നേടിയത് സ്പെയിൻ ആണ്. ശ്രദ്ധിക്കുക, 2018 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയായത് റഷ്യ. വേൾഡ് കപ്പ് ഫുട്ബോളിൽ വിജയികളായത് ഫ്രാൻസ് ആണ്. റണ്ണറപ്പ് ക്രൊയേഷ്യയായിരുന്നു. ഗോൾഡൻ ബോൾ ലഭിച്ചത് ക്രൊയേഷ്യൻ ക്യാപ്റ്റനായ ലൂക്ക മോഡ്രിക്കിനാണ്. ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ഇംഗ്ലണ്ട് ക്യാപ്റ്റനായ ഹാരി കെയ്ൻ ആണ്. ഗോൾഡൻ ഗ്ലൗ അവാർഡ് ലഭിച്ചത് ബെൽജിയം ഗോൾ കീപ്പറായ തിബോട്ട് കോർട്ടോയ്സിനും യങ് പ്ലെയർ അവാർഡ് ലഭിച്ചത് ഫ്രഞ്ച് താരമായ കിലിയൻ എംബാപ്പയ്ക്കുമാണ്. ഫിഫ ഫെയർ പ്ലേ അവാർഡ് ലഭിച്ചത് സ്പെയിനാണ്. 2022 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഖത്തർ. ഖത്തറിൽ വെച്ചാണ് 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുക. ക്ലാസുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. ക്ലാസുകൾ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും പരമാവധി ശ്രമിക്കുക.